ഹായ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ സം. അപ്പോൾ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഗിവൺ ആൻ അറേ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഇൻറ്റിജേഴ്സ് കാൻഡിഡേറ്റ്സ് ആൻഡ് എ ടാർഗറ്റ് ഇൻറ്റിജർ ടാർഗറ്റ്. റിട്ടേൺ എ ലിസ്റ്റ് ഓഫ് ഓൾ യുണീക്ക് കോമ്പിനേഷൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് where the chosen numbers sum to target. You may return the combinations in any order. The same number may be chosen from candidates unlimited number of times. Two combinations are unique if the frequency of at least one of the chosen number is different. The test cases are generated such that the number of unique combinations that sum up to target is less than 150 combinations for the given input. Okay. So, ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു അറേ തന്നിട്ടുണ്ട്. എൻ്റെ അറേ ഓഫ് നമ്പേഴ്സ് ആണ്. ഓക്കെ. ആൻഡ് നമുക്ക് ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു നമ്പറും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് ഈ ടാർഗറ്റ് സമ്മായിട്ടുള്ള കോമ്പിനേഷൻസ്, ഈ കാൻഡിഡേറ്റ് അറേയിലുള്ള കോമ്പിനേഷൻസ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ടാർഗറ്റ് സമ്മായിട്ട് 7 ആണ് ടാർഗറ്റ്. അപ്പോൾ 7 നമുക്ക് എന്തായാലും റിട്ടേൺ ചെയ്യാം. ഓക്കെ. പിന്നെ ഈ നമ്പേഴ്സിൽ സം ചെയ്യുമ്പോൾ 7 വരുന്ന കോമ്പിനേഷൻസ് നമുക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് അലൗഡ് ആണെന്ന് ഇവർ പറയുന്നുണ്ട്. ഓക്കെ. ദ സെയിം നമ്പർ ക്യാൻ ബി ചോസൺ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 2 2 പ്രാവശ്യം വിളിക്കാം, പിന്നെ 3 വിളിക്കാം. 2 + 2 + 3 = 7 അതും വരുന്നുണ്ട്. ഓക്കെ. ഇപ്പം ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് 8 വരുന്നുണ്ട്. നമുക്ക് 2 2 2 2 2 അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 2 3 3 എഴുതാം, അല്ലെങ്കിൽ 3 5 എഴുതാം. ഓക്കെ. അപ്പോൾ ഇത് ഒരു ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബാക്ക് ട്രാക്കിംഗിന്റെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ലിസ്റ്റിൽ. ബാക്ക് ട്രാക്കിങ്ങിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ബാക്ക് ട്രാക്കിംഗ് എന്താണെന്ന് ഇനിഷ്യലി കുറച്ചൊരു ഐഡിയ ഉണ്ടാക്കി അതിൽ ബാക്ക് ട്രാക്കിങ്ങിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോമ്പിനേഷൻസ്, പെർമ്യൂട്ടേഷൻസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതെല്ലാം സബ്സെറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കത് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ആ ബാക്ക് ട്രാക്കിങ്ങിന്റെ കാണാം. പക്ഷെ അത് സോൾവ് ചെയ്ത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കോമ്പിനേഷൻ സം എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പം അതിന് മുന്നേ നമുക്ക് ബാക്ക് ട്രാക്കിംഗ് ക്വസ്റ്റ്യൻസിന് വേണ്ടി ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അതായത് അതിന്റെ കോഡിന് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, എങ്ങനെയാണ് അത് എഴുതുന്നതെന്ന്. അത് എഴുതി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഈ ക്വസ്റ്റ്യനിലോട്ട് എങ്ങനെ പോകാമെന്ന് നോക്കാം. ഓക്കെ. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ആ ടെംപ്ലേറ്റ് എഴുതി നമ്മൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് പോകുന്നതാണ് ഒരു ഐഡിയൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് ആദ്യം ആ ബാക്ക് ട്രാക്കിങ്ങിന്റെ ആ ഒരു ടെംപ്ലേറ്റ് ഒന്ന് കാണാം. ഓക്കെ. അപ്പൊ ആദ്യം ഞാൻ കോഡ് എഴുതാം, എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ഡ്രൈ റൺ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ബാക്ക് ട്രാക്കിംഗ് നമ്മൾ റിക്കേഴ്സൺ വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യുന്നത്. ബാക്ക് ട്രാക്കിംഗ് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ. നമ്മൾ ആദ്യം ബാക്ക് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിക്കുന്നു. ആൻഡ് ഈ ബാക്ക് ട്രാക്കിന് 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്, പാത്തും സ്റ്റാർട്ടും. ഓക്കെ. അപ്പോൾ ഇനിഷ്യലി ഈ പാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരു empty array വെക്കുന്നു, ആൻഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് 0 എന്ന് വെക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് റൺ ചെയ്യും. ഫോർ ലെറ്റ് i = 0, i <, നമ്മുടെ ഈ അറേയിലാണല്ലോ നമ്മളിപ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന അറേ ഡോട്ട് ലെങ്ത്. ഓക്കെ. ആൻഡ് i++. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാൻഡിഡേറ്റ്സ് അറേയിൽ കൂടെ ഐട്രേറ്റ് ചെയ്ത് ഇതിലുള്ള ഓരോ നമ്പേഴ്സിനെയും നമ്മൾ ഐട്രേറ്റ് ചെയ്ത് ബാക്ക് ട്രാക്ക് ചെയ്ത് പോകുന്നു. ഓക്കെ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പാത്ത് എന്ന് പറയുന്ന ഒരു ഇനിഷ്യലി empty array ആണല്ലോ, പാത്ത് എന്ന് പറയുന്ന അറേയിലോട്ട് നമ്മൾ ആദ്യം കാൻഡിഡേറ്റ്സ് ഓഫ് ഫസ്റ്റ് എലമെന്റ് നമ്മൾ പുഷ് ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് ട്രാക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിക്കേഴ്സീവ്ലി വീണ്ടും വിളിക്കുക. ഓക്കെ. ബാക്ക് ട്രാക്ക് വിളിക്കുക. ആൻഡ് ബാക്ക് ട്രാക്കിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ള 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ പാത്ത് എന്ന് പറയുന്ന പാരാമീറ്റർ വിളിക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിന് വേണ്ടി നമ്മൾ ഇൻഡെക്സ് നെക്സ്റ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം i എന്ന് നിൽക്കട്ടെ, നമുക്കത് മോഡിഫൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പാത്ത് ഡോട്ട് പോപ്പ്. ഓക്കെ. പാത്ത് ഡോട്ട് പോപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കുക. ആൻഡ് നമുക്ക് ഇതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ലെറ്റ് റിസൾട്ട് = ഇനിഷ്യലി ഒരു empty array വെക്കാം. ആൻഡ് റിസൾട്ട് സ്റ്റോർ ചെയ്യാനും വേണ്ടി റിസൾട്ട് empty array വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ തവണ ഇതിൻ്റെ അകത്ത് കയറുമ്പോഴും നമ്മൾ ആ പാത്തിനെ റിസൾട്ടിലോട്ട് അപ്പൻഡ് ചെയ്ത് വിടുക. ഓക്കെ. അപ്പോൾ നമുക്ക് പാത്ത് ഡയറക്റ്റ് ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് കോൾ ബൈ റെഫറൻസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഇത് എപ്പോഴും ആ കറണ്ട് കോളിലുള്ള വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കോൾ ബൈ വാല്യൂ
ഇങ്ങനെ ഇത് സ്പ്രെഡ് ഓപ്പറേറ്റർ കൊടുത്ത് അതിന്റെ കോപ്പി വാല്യൂ എടുത്ത് വേണം നമ്മൾ അത് സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് നമുക്കിത് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബാക്ക് ട്രാക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ് നമുക്ക് ഡ്രൈ റൺ ചെയ്ത് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഇത് റൺ ചെയ്യുവാണെങ്കിൽ ഇത് 0 എന്ന് വിളിക്കുന്നു, ഇത് i വരെ പോകുന്നുണ്ട്. ഇതിപ്പോ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് പോലെ പോവും. ഓക്കെ, നമുക്ക് അത് ജസ്റ്റ് കാണിക്കാം. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഈ i പാർട്ട് ഡോട്ട് കാൻഡിഡേറ്റ്സ് പാർട്ട് ഡോട്ട് പുഷ് കാൻഡിഡേറ്റ്സ് ഓഫ് i ആണ്. ഇതൊരു സിൻടാക്ടിക്കൽ ഇഷ്യൂ ആണ്. പാർട്ട് ഡോട്ട് പുഷ് കാൻഡിഡേറ്റ്സ് ഓഫ് i. പക്ഷെ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇപ്പൊ ഒരു ഔട്ട് ഓഫ് മെമ്മറി ഇൻഫിനിറ്റ് ലൂപ്പ് ഇതിൻ്റെ അകത്ത് പോവുകയാണ് ഈ ബാക്ക് ട്രാക്കിങ്. കാരണം നമ്മൾ ബേസ് കണ്ടീഷൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല ഈ ഒരു റിക്കേഴ്സീവ് കോളിന്റെ. ആൻഡ് 2, നമ്മൾ ബേസ് കണ്ടീഷൻ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിലും എപ്പോഴും നമ്മൾ ഓരോ ഐറ്ററേഷനിലും നമ്മൾ 0 തൊട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അത് വീണ്ടും ഇൻഫിനിറ്റ്ലി ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഈ അറേനെ തന്നെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, നമുക്കിത് ഫോർ ലൂപ്പ് ആയതുകൊണ്ട് ഈ ഫോർ ലൂപ്പ് എൻഡ് ചെയ്യാൻ വേണ്ടി ഓരോ ഐറ്ററേഷനിൽ കയറുമ്പോൾ നമ്മൾ ഈ പാസ് ചെയ്യുന്ന i തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഫോർ ലൂപ്പിന്റെ സ്റ്റാർട്ടിങ് ആയിട്ട് കൊടുക്കാം. ആൻഡ് നമ്മൾ ഇതിപ്പോ റൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന് i+1 കൂടെ ആക്കണം. ഓക്കെ, ഇതിപ്പോ റൺ ചെയ്യുവാണെങ്കിലും ഔട്ട് ഓഫ് മെമ്മറിയാണ്. നമ്മൾ ഈ ഐനെയും കൂടെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ i എപ്പോഴും 0 ആയി തന്നെ ഇരുന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കോളിൽ വരുമ്പോൾ ഐനെ ഇൻക്രിമെന്റ് ചെയ്തും കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് എല്ലാ കോമ്പിനേഷൻസും കാണാം. അപ്പൊ ഇതെന്താണ് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ബാക്ക് ട്രാക്ക് ചെയ്ത് ഇതിപ്പോ കോമ്പിനേഷൻസ് എല്ലാം കിട്ടാനുള്ള ഒരു കോഡാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബാക്ക് ട്രാക്കിങ്ങിന്റെ ഒരു ടെംപ്ലേറ്റ് എന്ന് നമുക്ക് പറയാം. മിക്ക ക്വസ്റ്റ്യൻസും ഈ ഒരു ടെംപ്ലേറ്റിൽ നിന്ന് കുറച്ച് കണ്ടീഷൻസ് എഴുതി അല്ലെങ്കിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയായിരിക്കും നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോ എന്താ തന്നിരിക്കുന്നത് നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് ഈ കോമ്പിനേഷൻ സം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ നമ്മള് ഇപ്പൊ പറഞ്ഞത് അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് കോഡ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് ഡ്രൈ റൺ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടിയത് എന്താണ്? നമുക്ക് ഇതിന്റെ എല്ലാ കോമ്പിനേഷൻസ് ആണ് കിട്ടിയത്. അതായത് ഇപ്പൊ 2 3 6 7 എന്ന് പറയുന്ന അറേ വരുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് 2 ഉണ്ട്, 2,3 ഉണ്ട്, 2,3,6 ഉണ്ട്, അതേപോലെ 2,3,6,7 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2 3 7 ഉണ്ട്, 2 6 ഉണ്ട്. അതായത് ഇതിന്റെ എല്ലാ കോമ്പിനേഷൻസും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇനിഷ്യലി നമുക്ക് ഇതൊന്ന് ഡ്രൈ റൺ ചെയ്യാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കോമ്പിനേഷൻ സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ ബാക്ക് ട്രാക്ക് എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ബാക്ക് ട്രാക്കിനെ ഒരു empty arrayയും 0 ഇൻഡെക്സിൽ നമ്മൾ വിളിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനിഷ്യലി ഇത് empty array ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റിക്കേഴ്സീവ് ട്രീ നമുക്ക് വരയ്ക്കാം. അപ്പൊ ഇനിഷ്യലി ഒരു empty array ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കോളാണ് പോകുന്നത്. ഓക്കെ, ആൻഡ് റിസൾട്ട് ഡോട്ട് പുഷിലോട്ട് ആ empty array നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം ഈ ഒരു empty array വന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫോർ ലെറ്റ് i = സ്റ്റാർട്ട് i ലെസ് ദാൻ കാൻഡിഡേറ്റ്സ് ഡോട്ട് ലെങ്ത് i++. അപ്പൊ കാൻഡിഡേറ്റ്സ് എന്താണ് തന്നിരിക്കുന്നത്? 2 3 6 and 7 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇൻഡെക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 1 2 3 ആണ് ഇൻഡെക്സസ് എന്ന്. ഓക്കെ, അപ്പോൾ i = സ്റ്റാർട്ട് i ലെസ് ദാൻ കാൻഡിഡേറ്റ്സ് ഡോട്ട് ലെങ്ത് i++. അതേപോലെ റിസൾട്ട് ഡോട്ട് പുഷ് പാത്ത്. അപ്പൊ നമ്മൾ ആദ്യം ഈ പാത്ത് ഇതിലോട്ട് പുഷ് ചെയ്തു. എന്നിട്ട് i = ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇനിഷ്യലി എന്താണ്? നമ്മൾ ഇവിടെ പാസ് ചെയ്ത് ഈ 0 ആണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ഡോട്ട് ലെങ്ത് എന്താണ്? നമുക്ക് 3 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. കാൻഡിഡേറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് i ലെസ് ദാൻ ഇതായിട്ട് 4 ആണ്. 0 to 3 വരെ പോകുന്നുണ്ട്. 4 ആണ് കാൻഡിഡേറ്റ്സ് ഡോട്ട് ലെങ്ത്. അത് കഴിഞ്ഞിട്ട് പാർട്ട് ഡോട്ട് പുഷ് കാൻഡിഡേറ്റ്സ് ഓഫ് i. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഇവിടെ ആദ്യം പാത്തില് നമ്മൾ empty ചെയ്ത് ആയിരുന്നു. പാത്തില് നമ്മൾ എന്നിട്ട് ഇപ്പൊ കാൻഡിഡേറ്റ്സ് ഓഫ് i 2നെ പുഷ് ചെയ്തു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എലമെന്റിനെ പുഷ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്തു. അപ്പൊ പാത്ത് എന്ന് പറയുന്ന പാത്ത് ഇപ്പൊ എന്താണെന്നും കൂടെ നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, പാത്ത് എന്താണ്? പാത്തിലിപ്പോ 2 ആയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്ക് ട്രാക്ക് വിത്ത് ഇപ്പൊ കറണ്ട് പാത്തും i+1 വന്നു. അപ്പൊ എന്ത് പറ്റി? ഇവിടെ ഇപ്പൊ ബാക്ക് ട്രാക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ 2 വന്നു. അത് കഴിഞ്ഞിട്ട് i+1 സ്റ്റാർട്ട്. അപ്പൊ എന്ത് പറ്റി? സ്റ്റാർട്ട് 0 സ്റ്റാർട്ട് 1 ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ സ്റ്റാർട്ട് മാറിയിട്ട് നമുക്ക് 1 കിട്ടുന്നു.
അത് കഴിഞ്ഞിട്ട് ഈ കാൻഡിഡേറ്റ് സ്റ്റാർട്ട് ലെങ്ത് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ഓക്കെ, ഇത് എത്തുന്നതിന് മുന്നേ ഇവിടെ നമ്മൾ ആ പാത്തിനെ നമ്മൾ പുഷ് ചെയ്യുന്നുണ്ടല്ലേ, റിസൾട്ട് ഡോട്ട് പുഷ് പാത്ത്. അപ്പൊ ഈ പാത്തിനെ സ്പ്രെഡ് ചെയ്താണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഓക്കെ, ഈ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ കാര്യം കൂടെ നമുക്കൊന്ന് കാണിക്കാം ഇനി. അപ്പൊ നമ്മളിത് ഈ സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ ഈ കോപ്പി എടുക്കാതെ നമ്മൾ വെറുതെ പാത്ത് പുഷ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് നോക്കാം. ഓക്കെ, നമുക്കിപ്പോ വെറുതെ ഇങ്ങനെ പാത്ത് പുഷ് ചെയ്യാം. അപ്പോ കണ്ടോ, എല്ലാം എം ടി അറേ, ഇനിഷ്യൽ ആ വാല്യൂ എന്താണോ വന്നത് അത് തന്നെയാണ് വരുന്നത്. ആ ഒരു എലമെന്റ്, ആ ഒരു സമയത്തുള്ള വാല്യൂ അല്ല കിട്ടുന്നത്. നമുക്ക് ആ ഇനിഷ്യലി ഉള്ള ആ വാല്യൂ അതിന്റെ റെഫറൻസ് ആയിട്ടാണ് ഫംഗ്ഷനിലോട്ട് പോകുന്നത്. അപ്പൊ ആ റെഫറൻസ് വാല്യൂ തന്നെയാണ് പുഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഒരു കോപ്പി എടുക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിലുള്ള, ആ ഒരു കറണ്ട് ലെവലിലുള്ള ആ ഒരു കോള് തന്നെ കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ആ ഒരു ഇത് എടുത്തത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സ്പ്രെഡ് ചെയ്ത് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോ അതാണ് ആ ഒരു സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതിന്റെ റീസൺ. ഓക്കെ, ഇനിഷ്യലി എല്ലാം എം ടി അറേസ് ആയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐ ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട് നമ്മൾ 1 വെച്ചു. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ഇപ്പൊ ഇവിടെയായി. ഈ റിസൾട്ട് ഡോട്ട് പുഷ് ഈ പാത്ത് ഉണ്ട്. അപ്പൊ ഈ പാത്ത് നമ്മൾ ഇവിടെ ഇനിയിപ്പോ പുഷ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ 2 നമ്മൾ പുഷ് ചെയ്തു. അതിന് മുന്നേ ഈ ഫോർ ലൂപ്പിന് മുന്നേ 2 നമ്മൾ പുഷ് ചെയ്തു. ഈ ഒരു റിസൾട്ട് ഡോട്ട് പാത്തിന് നമ്മൾ ഫോർ ലൂപ്പ് പുഷ് ചെയ്തു. അപ്പൊ എന്ത് പറ്റി, ഈ സെക്കൻഡ് 2ഉം പുഷായി. ഇനി അത് കഴിഞ്ഞിട്ട് 2,3 വരുന്നുണ്ട്. 2,3 ആണ് ഇവിടെ വന്നത്. അതിനി എങ്ങനെയാ വരുന്നത്, ഈ ഒരു ഫോർ ലൂപ്പിന്റെ അകത്ത് കയറി പാത്തിലോട്ട് നമ്മൾ കാൻഡിഡേറ്റ്സ് ഓഫ് ഐനെ പുഷ് ചെയ്യാണ്. അപ്പൊ എന്ത് പറ്റി, വീണ്ടും ഐ ഈസ് ഈക്വൽ ടു 1 സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ഐ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഈ 3 ആണ്. പാത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ 2ന്റെ കൂടെ നമ്മൾ ഈ നെക്സ്റ്റ് സാധനത്തിനെ നമ്മൾ പുഷ് ചെയ്തു. ഓക്കെ, 2,3 നമ്മൾ പുഷ് ചെയ്തു. അപ്പൊ എന്ത് പറ്റി, പാത്തിൽ അതായി ബാക്ക് ട്രാക്ക് ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും ആ പാത്ത് വന്നു. അപ്പൊ ഇവിടെ എന്ത് പറ്റി, ഇവിടെ ഈ ഒരു 2,3 തന്നെയാണ് വന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 2,3 വന്നു. ഓക്കെ, അപ്പൊ ആ പാത്ത് വീണ്ടും പുഷായി. അതായത് ഇവിടെ 2,3 പുഷായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അറേയുടെ നോക്കിയാൽ മതി. അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ ഐട്രേഷനിൽ എന്ത് പറ്റും, ഈ 3 കഴിഞ്ഞിട്ട് പിന്നെ 2,3,6 പുഷാവും. കണ്ടോ, ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഈ ട്രീന്റെ ഓർഡറിലാണ് ഇത് പ്രിന്റ് ആയി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് പറ്റും, ഇവിടെ 2,3,6 പുഷാവും. അത് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഇതിന്റെ ഇവിടെ ഉണ്ട് 7 ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഈ 7ഉം കൂടെ പുഷാവും. അപ്പോ നമ്മളിത് നമുക്ക് റീസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇതിന്റെ 2,3,6,7ഉം പുഷായി. ഓക്കെ, അപ്പൊ അതും പുഷായി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഉള്ളത് ഇനിയാണ് ഈ ബാക്ക് ട്രാക്കിംഗ് വരുന്നത്. അതായത് നമ്മൾ ഇത്രയും നേരം ബാക്ക് ട്രാക്കിംഗ് എന്താണെന്ന് പറഞ്ഞില്ല. ബാക്ക് ട്രാക്കിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ റിക്കർഷനിൽ ഇങ്ങനെ പോയി ഒരു എൻ കണ്ടീഷൻ എത്തുവാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ആ പാത്തിൽ നിന്ന് നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് നമ്മൾ വേറെ പോസിബിൾ പാത്തുകൾ പോകും. അപ്പൊ ഇങ്ങനെ ഈ ഒരു ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി ബാക്ക് ട്രാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ഫോർ ലൂപ്പിന്റെ കണ്ടീഷൻ വാലിഡ് ആയതുകൊണ്ട് ഇതുവരെ നമ്മൾ ഫോർ ലൂപ്പ് റൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ ഫോർ ലൂപ്പ് ഇൻവാലിഡ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ബാക്ക് ട്രാക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി, നമുക്കിപ്പോ ഈ 2,3,6,7 വരെ കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ളത് 2,3,7 ആണ്. അപ്പൊ ഈ 2,3,6 ഇവിടെ വരുമ്പോഴത്തേക്കാണെങ്കിലും ഈ എന്താ പറയാ, നമ്മള് ഈ 2,3,6 കഴിഞ്ഞിട്ട് 2,3,6,7 ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് പിന്നെ നെക്സ്റ്റ് പിന്നെ വേറെ ആഡ് ചെയ്യാനില്ല. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ബാക്ക് ട്രാക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, 2ഉം 3ഉം നിൽക്കുമ്പോഴത്തേക്ക് ഈ 6 കഴിഞ്ഞു. 6 നമ്മൾ കണ്ടു ഇവിടെ. പിന്നെ ഈ ഫോർ ലൂപ്പിൽ നെക്സ്റ്റ് ഉള്ളത് ഇതാണ്. അപ്പൊ എന്ത് പറ്റും, ഇവിടെ ഇവൻ ഈ 2,3,7 പോവും ആൻഡ് ഈ 2,3,7ഉം കാണിക്കും. ഓക്കെ, 2,3,7 ആയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഇവിടെ നിന്നും ബാക്ക് ട്രാക്ക് ചെയ്ത് ഈ ഒരു ലെവലിൽ നിന്നും ബാക്ക് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് പോയി അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് പിന്നെ നമുക്കുള്ളത് എന്താണ്, കാരണം 7 എൻഡ് ഓഫ് അറേ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, 2,6 ഉണ്ട്. 2,6 ഉണ്ട്. അതായത് ഈ 2,6 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എല്ലാം ഇതിന്റെ ഏറ്റവും ഔട്ടറിലോട്ട് പോയി കഴിഞ്ഞു. ഏറ്റവും ഔട്ടറിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ 2,3 കംപ്ലീറ്റ് ആയി. ഇത് കംപ്ലീറ്റ് ആയി. പിന്നെ ഇനി 2,6 ഉണ്ട്. 2,6 എടുത്ത് കഴിഞ്ഞിട്ട് 2,6ന്റെ ചൈൽഡിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2,7 നമുക്ക് പോകണം. ഓക്കെ, 2,7 നമുക്ക് പോകണം. പക്ഷെ 2,6 പോകുമ്പോഴത്തേക്കും 2,6,7 ഉണ്ട്. ഓക്കെ, 2,6,7. ഓക്കെ, അപ്പൊ 2,6ഉം 2,6,7ഉം കണ്ടു. അത് കഴിഞ്ഞിട്ട് 2,7 പോയി.
2,7 പോയി. 2,7 പോയി കഴിയുമ്പോഴത്തേക്ക് 2ഉം ഈ 7ന്റെ എല്ലാം കഴിഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്ക് 2 ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ 2ന്റെ എല്ലാ കോമ്പിനേഷൻസും കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റിലോട്ട് ഇതിനെ ഇറ്ററേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇതിലോട്ട് പോകുമ്പോഴത്തേക്ക് 3യും പിന്നെ 3, 6, 3, 7 നമ്മൾ കാണും. 3, 6, 3, 6ന്റെ എല്ലാം കാണും ഇനിഷ്യലി ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതായത് ഈ MT array, ഈ ഒരു MT array ഇല്ലേ, ഈ ഒരു MT array ഇവിടെ നിന്ന് ഇനിഷ്യലി വിളിക്കുന്നത് 2നെ വിളിക്കും. ഇത് ബ്രാഞ്ച് ചെയ്ത് പോകും. സിമിലർലി 3നെ വിളിക്കും, 6നെ വിളിക്കും, 7നെ വിളിക്കും. എല്ലാത്തിലും ഈ നമ്മൾ 2ന്റെ കണ്ട പോലെ ഇങ്ങനെ നെക്സ്റ്റ് വാല്യൂസ് വെച്ച് ഇതിങ്ങനെ റിക്കർസീവ്ലി വിളിച്ച് പോകും. ആൻഡ് ഇത്രയും കോമ്പിനേഷൻസ് സംഭവിക്കാൻ നമുക്ക് ഇത്രയും ഒരു കോഡ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു കോഡ് മാത്രം എഴുതിയാൽ മതി. ഇത്രയും ഇതിങ്ങനെ ബ്രാഞ്ച് ചെയ്ത് എല്ലാ കോമ്പിനേഷൻസും വിളിച്ചോളും. അതാണ് ഈ ഒരു ബാക്ക് ട്രാക്കിംഗ്, ഈ ഒരു കോഡിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു കോമ്പിനേഷൻസ്, പെർമ്യൂട്ടേഷൻസും എല്ലാം ഇങ്ങനെ ഇതിന്റെ ഒരു അറേ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിന്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും കിട്ടാനും വേണ്ടി നമുക്ക് ഈ ഒരു ബാക്ക് ട്രാക്കിങ്ങിന്റെ ഒരു കോഡ് അറിയാമെങ്കിൽ നമുക്ക് പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്ത് ഓരോരോ കണ്ടീഷൻസ് ആഡ് ചെയ്യാന്നുള്ളതാണ്. കണ്ടീഷൻസ് ആഡ് ചെയ്ത് നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ബാക്ക് ട്രാക്കിങ്ങിന്റെ ടെംപ്ലേറ്റിന്റെ ഒരു ഡ്രൈ റൺ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? നമുക്ക് കോമ്പിനേഷൻ സം ആണ് വേണ്ടത്. നമുക്കിപ്പോ എല്ലാ കോമ്പിനേഷൻസും കിട്ടി. ഇനി വേണ്ടത് നമുക്ക് ഈ കോമ്പിനേഷൻസ് കിട്ടിയെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് പെർട്ടിക്കുലർ സം ഉള്ളത് മാത്രം മതി. ആൻഡ് നമുക്ക് നമ്പേഴ്സ് റിപ്പീറ്റും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സം ആണ് വേണ്ടത്. അപ്പൊ ഈ റിക്കേഷനിൽ ഓരോ ലെവലിലും നമുക്ക് ആ ഒരു സം എത്തിയിട്ടുണ്ടോ എന്ന് അറിയണം. അപ്പൊ അതിന് നമുക്ക് വേറൊരു പാരാമീറ്ററും കൂടെ പാസ് ചെയ്യാം, ടാർഗറ്റ് എന്ന് പറയും. ഈ ടാർഗറ്റ് വാല്യൂ ആണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മൾ ഈ റിക്കേഷനിലോട്ട് നമ്മൾ പാസ് ചെയ്യുന്നു. നമ്മൾ അതിനെ കറണ്ട് സം എന്ന് വിളിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാക്ക് ട്രാക്ക് ഫംഗ്ഷനിലും ഇവിടെ നമുക്ക് ഈ കറണ്ട് സമ്മിനെ നമുക്ക് ഇനിഷ്യലി കറണ്ട് സം നമുക്ക് ടാർഗറ്റ് ആയിട്ട് കിട്ടുന്നു. ഓരോ ലെവലിലും നമ്മൾ ആ കറണ്ട് സമ്മിനെ കാൻഡിഡേറ്റിന്റെ കറണ്ട് വാല്യൂ വെച്ച് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ഓഫ് ഐ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഏതെങ്കിലും ഒരു വാലിഡ് പെയർ കിട്ടുമ്പോഴത്തേക്ക് ഈ സംഭവം കറണ്ട് സം 0 ആവും. കറണ്ട് സം 0 ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ വേണ്ട പെയർ കിട്ടും. ഓക്കെ, ടാർഗറ്റ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ നമ്പേഴ്സിനെയും കുറച്ച് കറക്റ്റ് ടാർഗറ്റ് 0 ആവുന്ന സമയത്ത് നമുക്ക് ആ വേണ്ട വാലിഡ് പെയർ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് ചെക്ക് ചെയ്യണം ഇഫ് കറണ്ട് സം ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് ഡോട്ട് പുഷ് ഈ പാത്തിനെ നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, നമുക്ക് റിസൾട്ടിനെ പുഷ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇത് സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കറണ്ട് സം എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആവുകയാണ്. ബേസ് കണ്ടീഷൻ ആണ്. ലെസ് ദാൻ 0 ആവുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് ആ ഒരു ഫംഗ്ഷനിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇതൊന്നും ഇപ്പൊ ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താ കിട്ടുന്നതെന്ന്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് എല്ലാം റൺ ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? 2 വന്നു കഴിഞ്ഞിട്ട് പിന്നെ 2, 3, 6, 7 ലൈക്ക് 2 വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റൈറ്റിലോട്ടുള്ള മാത്രമേ പോകത്തുള്ളൂ. 2നെ വീണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് 2നെ 2 പ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്യണം. അതായത് 2 വന്നു, നെക്സ്റ്റ് കോളിലും 2നെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഈ ഐനെ നമുക്ക് എപ്പോഴും 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ബേസ് കണ്ടീഷൻസ് ഇട്ടിട്ടില്ലെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ലൂപ്പിലോട്ട് പോകും. പക്ഷെ നമുക്ക് ഈ ബേസ് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഐനെ 0 എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ചേഞ്ച് ചെയ്ത് ഡിറൈവ് ചെയ്ത് എടുക്കുന്നതാണ് നമുക്ക് ലൈക്ക് സൊല്യൂഷൻ മനസ്സിലാക്കാൻ ഈസി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ ഐ ഈസ് ഈക്വൽ ടു 0 കൊടുത്തപ്പോഴത്തേക്ക് എന്ത് പറ്റി? 2, 2, 3 അങ്ങനെ വരുന്നുണ്ട്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 3, 2, 2 അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്ത് പറ്റി? നമുക്ക് ഈ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പൊ ഈ ആദ്യത്തേനെ അത് ഓക്കെയാണ്, 2, 2, 3 നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് വീണ്ടും 2, 3, 2 വേണ്ട. അതായത് ഈ 3 വരുന്ന കേസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പെയർ ആയി പോകുന്നുണ്ട്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് പെയർ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഇൻഡെക്സിനെ i+1 പകരം നമ്മൾ ഐയിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇതിപ്പോ ഐയിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഓക്കെ ഐയിൽ നമ്മൾ സ്റ്റോർ ചെയ്തു. നമുക്ക് ഈ റിസൾട്ട് ഡോട്ട് പുഷ് പാത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഐ ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, അപ്പൊ നമ്മൾ ഐ ഈസ് ഈക്വൽ ടു 0 ആണ് ഇവിടെ നമുക്ക് ഇനി ഒന്നും കൂടെ നോക്കാം. നമ്മളിപ്പോ ഐ ഈസ് ഈക്വൽ ടു 0 നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? 2, 2, 3
232 അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ. അതായത് വീണ്ടും വീണ്ടും ഈ സീറോയിൽ തന്നെ ഓരോ ലൂപ്പിലും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇത് 2 3 കിട്ടി. ഓക്കെ, അതായത് ഈ ഐ എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ഐട്രേഷൻ, നെക്സ്റ്റ് ബാക്ക് ട്രാക്കിംഗ് വരുമ്പോൾ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ ഐ തന്നെ വെക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും 2 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഐ ഈസ് ഈക്വൽ ടു 0 സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ലൂപ്പും 0 തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് പറ്റും, ഇവിടെ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ 3 ബിഗിനിങ് വരുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും 2 അപ്പൊ എന്ത് പറ്റും, ഇതുപോലെ 3 2 എന്ന് വരും. അപ്പൊ നമുക്ക് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് പെയർസും കൂടെ കയറി വരും. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് പെയർസ് വരാതിരിക്കാൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഐ ഈസ് ഈക്വൽ ടു നമ്മൾ പാസ് ചെയ്യുന്ന സ്റ്റാർട്ട് വാല്യൂ മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. അതായത് 3 എത്തിയാൽ 3ന്റെ റൈറ്റിൽ നിന്ന് മാത്രം നോക്കി തുടങ്ങിയാൽ മതി. അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട പെയർസ് മാത്രം കിട്ടും. ആൻഡ് നമുക്ക് ഈ ഒരു നമ്പറിനെ റിപ്പീറ്റും ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ ഐ വെച്ചോണ്ട്. പക്ഷെ നമ്മൾ ഇതിനെ i+1 ആക്കുവാണെങ്കിൽ നെക്സ്റ്റ് പെയറിലോട്ട് പോകും. ഓക്കെ, i+1 ആക്കുവാണെങ്കിൽ എന്ത് പറ്റും, ആ 2 2 3 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണക്കാക്കത്തില്ല. ഓക്കെ, നമ്മൾ 7 മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം 2 2 3 വേണമെങ്കിൽ നമ്മൾ ഐന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ആ കറണ്ട് ഇൻഡെക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ നമ്മൾ കറണ്ട് ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ നെക്സ്റ്റ് ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് കൊടുക്കുന്നതുകൊണ്ട് 2 2 3 വരത്തില്ല. 2 3 ഇപ്പൊ ഞാൻ ഈ ടെസ്റ്റ് കേസ് ഒന്ന് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഈ ടെസ്റ്റ് കേസ് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് 2 3 എന്നിട്ട് ഇവിടെ നമുക്ക് വേറെ ഒരു പേരും കൂടെ വെക്കാം. എന്ത് വെക്കാം, 2 + 3 5 ആണ്. ഇവിടെ നമുക്കൊരു 2 വെക്കാം. ഓക്കെ, എന്നിട്ട് ഇത് റൺ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, 2 3 2 എന്ന് പറയുന്ന ഒരു പേരും കൂടെ വരും. ഓക്കെ, എക്സ്പെക്ടഡ് വേരിയബിൾ 0 to have different values. ഓക്കെ, ഇത് യുണീക്ക് ആയിരിക്കണം. അപ്പൊ നമുക്ക് അത് പറ്റത്തില്ല. 2 3 നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു പേരിനെ നമുക്ക് അതായത് നമ്മളിപ്പോ കണ്ടത് ഇവിടെ 2 3 6 7 എന്നാണ് നമ്മൾ കണ്ടത് അല്ലെ. 2 2 3 ആണ് നമുക്ക് വരേണ്ടത്. പക്ഷെ നമ്മൾ ഇവിടെ കോഡില് ഈ i+1 എന്ന് കൊടുത്തോണ്ട് എന്ത് പറ്റി, ഈ 2നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് കോളിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ റൈറ്റിലോട്ടുള്ള മാത്രമാണ് നോക്കി പോകുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ 2 3 പകരം നമുക്ക് 7 കിട്ടാനും വേണ്ടി എന്ത് ചെയ്യാം, 2 4 1 എന്ന് കൊടുക്കാം. ഓക്കെ, 4 1 എന്ന് കൊടുക്കാം. അപ്പൊ ഈ പെയർ കയറി വരും. ഓക്കെ, വാല്യൂസ് ഫ്രം സോറി, അപ്പോൾ അതും പറ്റത്തില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 2 4 5 എന്ന് കൊടുത്തിട്ട് നമുക്ക് ഈ ടോട്ടൽ സമ്മ് നമുക്ക് എത്ര വേണം, 5 + 4 നമുക്ക് 9 എന്ന് കൊടുക്കാം. ഓക്കെ, 2 4 5 എന്ന് കൊടുത്താൽ ഇത് ഓക്കെ. അതിന്റെ ഒരു വാലിഡ് ടെസ്റ്റ് കേസ് കിട്ടുന്നില്ല എനിക്കിപ്പോ പെട്ടെന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത് അതാണ്. 2 7 കിട്ടി, 4 5 കിട്ടി. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ടെസ്റ്റ് കേസ് ഒന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ഈ i+1 നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ്സ് വേണമെന്നുള്ള ഈ ഒരു ടെസ്റ്റ് കേസിന്റെ വാല്യൂസ് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് i+1 പകരം നമുക്ക് ഐ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ കേസസ് അനുസരിച്ച് ഇതിനെ കസ്റ്റമൈസ് ചെയ്യണം. ഇത് ഓരോന്നും ഓരോ ലൈനും എന്താണ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ലൈക്ക് ഓരോ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമുക്ക് അതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് വാല്യൂ എടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഐന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ കറണ്ട് ആ ഐ എന്താണോ അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. i+1 എന്ന് ഇട്ടിരുന്നെങ്കിൽ 2 കഴിഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ 3 കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ റൈറ്റിലോട്ടുള്ളത് മാത്രമേ നോക്കത്തുള്ളൂ, അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള വാല്യൂസ് നോക്കത്തില്ല. ഓക്കെ, അപ്പോ ആ കറണ്ട് വാല്യൂ ആൻഡ് അതിന്റെ റൈറ്റിലോട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഐ എന്നിട്ടു. കറണ്ട് വാല്യൂ ഇൻക്ലൂഡ് ചെയ്യാതെ അതിന്റെ നെക്സ്റ്റ് തൊട്ട് മാത്രം മതി. 3 വരുമ്പോഴത്തേക്ക് നെക്സ്റ്റിൽ 6 7 മാത്രം മതിയെങ്കിൽ നമ്മൾ i+1 എന്ന് കൊടുത്തേനെ. പക്ഷെ നമുക്കിവിടെ കറണ്ട് വാല്യൂയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം മൾട്ടിപ്പിൾ ടൈംസ്. സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഞാൻ പറഞ്ഞ് ഇത്തിരി കൺഫ്യൂഷൻ ആയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് ഓൾമോസ്റ്റ് ബാക്ക് ട്രാക്കിങ്ങിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഐ ഈസ് ഈക്വൽ ടു സ്റ്റാർട്ടും ഈ സ്റ്റാർട്ട് ഇടണോ അതോ 0 ഇടണോ എന്നുള്ളത് മനസ്സിലാക്കണം. ആൻഡ് ഇവിടെ നമ്മൾ ഐ ആണോ i+1 ആണോ കൊടുക്കുന്നത് എന്നുള്ളതും അനുസരിച്ചാണ് ഇതിന്റെ ഫുൾ ഔട്ട്പുട്ട് ഫോർമാറ്റ് വരാൻ പോകുന്നത്. ഓക്കെ, യാ, സോ താങ്ക് യു.